നമ്മൾ ഓരോരുത്തർക്ക് ഈ ജീവിതത്തിൽ നല്ലതും ചീത്ത ടൈമുണ്ട്. അപ്പം ചില സ്റ്റാറുകാർ ബിസിനസ് ചെയ്താൽ വിജയിക്കും. സത്യം ഏതൊക്കെ സ്റ്റാറാണ്? അതല്ല, അത് എനിക്ക് ഇപ്പോൾ എൻ്റെ ജാതകത്തിൽ 60 ഒരു ഡോക്ടർ ചെയ്തതാണ് ജാതകം. ഞാൻ നോക്കിയല്ലേ 98% പറഞ്ഞ കാര്യങ്ങളെല്ലാം ശക്തി കറക്റ്റാണ്. ഞാൻ എവിടെ ബിസിനസ് ചെയ്യും, അത് പറഞ്ഞുകൊണ്ട് എവിടെ പോകണം, അല്ല അങ്ങനെ നടക്കുകയുള്ളൂ. എൻ്റെ ഭരണി ചില വലിയ കമ്പനികളും ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നത് രഹസ്യമായിട്ട് സ്റ്റാർ നോക്കിയിട്ടാണ്. അറിയാമോ അത്? ഗ്ലോബൽ കമ്പനീസ് ഇല്ല, ഇന്ത്യയിൽ പല വലിയ കമ്പനികളും പ്രധാനപ്പെട്ട തസ്തിയിലെ ആൾക്കാരെ എടുക്കുന്നത് അവർ സ്റ്റാർ, അതിൻ്റെ അപ്പോയിൻമെൻ്റ് സ്റ്റാർ നോക്കിയിട്ട് നമുക്കറിയാവുന്നുണ്ട്, അത് വെച്ചിട്ട് മാത്രമേ അപ്പോയിൻമെൻ്റ് കൊടുക്കുകയുള്ളൂ. ഇന്ത്യയിൽ, കേരളത്തിലല്ല, ബോംബെയിലും ഡൽഹിയിലും പല കമ്പനികളും. ഇല്ല, ഞാൻ നോക്കാറില്ല, നമുക്കതൊന്നും നോക്കാറില്ല. ആസ്ട്രോളജിയിൽ വിശ്വാസമുള്ള ആളായതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ വന്നുകൊണ്ട് ഇപ്പം നമ്മൾ നോക്കണം, നമ്മൾ ഈ അടുത്ത വർഷം എങ്ങനെ പോകും നോക്കിയിട്ട് പോവുകയുള്ളൂ. നമ്മൾ ഈ ലക്ഷക്കണക്കിന് ആളുടെ ജീവിതമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാനില്ലാതെ എങ്ങനെ അപ്പോൾ കമ്പനി നോക്കിയിട്ടേ പോവുള്ളൂ. ഞാൻ നോക്കാറുണ്ട്. ഞാൻ ഈശ്വരവിശ്വാസിയാണ്. ഈശ്വരവിശ്വാസിയാണ് നമ്മൾ പേടിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ പുതിയതായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ബിസിനസ് രംഗത്തിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് പേർക്കാണ് ഈ സക്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവുന്നത് എത്ര ശതമാനമാണ് ഹാർഡ് വർക്ക്, എത്ര ശതമാനമാണ് ബിസിനസ്? എല്ലാവരും ബിസിനസ് മൊത്തം ഈ ബിസിനസ് ഭയങ്കര റിസ്ക്കാണ്. റിസ്ക് ഉള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വാച്ച് നോക്കാൻ പാടില്ല. ഈ ബിസിനസ് 24 hours യുവർ ടൈം മസ്റ്റ് സ്പെൻഡ്, എങ്ങനെ നടക്കുകയുള്ളൂ. ഇതിൽ ലക്ക് എന്തെങ്കിലും ഒരു ഫാക്ടറാണ്? അതുകൊണ്ടെന്ന് ഭാഗ്യം എന്ന് പറയുന്നത്, ഞാനൊരു അസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെ 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 എനിക്ക് തിരുപ്പതി അറിവുണ്ടായിരുന്നു. ഞാൻ സൗദി പോയി ആദ്യത്തെ വർഷം സിംഗപ്പൂരിൽ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പം ഞാൻ പോകുമ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ ഇത് പൂജിക്കുന്നു. എന്താണ് അത്? ചൈനീസാണ്. അമ്പലത്തിൽ പൂജിക്കുന്നുണ്ട്. അമ്പലം അവരുടെ കടയിൽ ഈ കട തുറക്കുന്നുണ്ട്. അപ്പോഴാണ് തിരുപ്പതി. അങ്ങനെയാണ് ഈ തിരുപ്പതി പോയത്. അന്ന് മുതൽ എൻ്റെ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ, അന്ന് തിരുപ്പതിയില്ല. അപ്പം എല്ലാ വർഷവും ഈ സെപ്റ്റംബർ 2 ഞാൻ തിരുപ്പതി പോയിരിക്കും. അതൊരു വിശ്വാസമാണ്. അത് ഗുരുവായൂർ വരുമ്പോൾ സമയം കിട്ടും. ഈശ്വരനില്ലെങ്കിൽ നമ്മളാരും ഒന്നുമില്ല. ഈശ്വരൻ ഒരു വിശ്വാസം നമ്മൾ, അതാണ് അതിൻ്റെ മെയിൻ കാരണം. പക്ഷെ അതുകൊണ്ട് ഇതുവരെ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ആ വിശ്വാസം കൊണ്ട്. ഈ ഈശ്വരനെ വിശ്വസിച്ചുള്ള ദോഷം വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കള്ളം പറയാൻ പറ്റില്ല. പറയുമ്പോൾ ഈശ്വരൻ എന്താ വിചാരിക്കുന്നതായിരിക്കില്ലേ, ഒരു പേടിയുണ്ടാവും. ഒരു ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ആരെയും പിടിക്കത്തില്ല. ഉണ്ടാവും. അത് മോനുണ്ട്, മോളുണ്ട്, എല്ലാം കണ്ടി മുടിക്കര അവരെ ചെയ്തോളും. അപ്പോൾ ഇതങ്ങോട്ട് പാർട്ടി ചെയ്താൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, പബ്ലിക് പൈസ ഇല്ല, ലോൺ വളരെ കുറവാണ്, ഈസിയായിട്ട് പോകും. ഈ ഓയിൽ ആൻഡ് എനർജി സെക്ടർ പോയിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും കുറവുണ്ടാകത്തില്ല. ഒന്നുമില്ല, നമുക്കറിയാവുന്ന പണി ചെയ്യുക. റിലാക്സ് ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും സമയം കിട്ടിയാൽ മൂവി കാണും. ഇപ്പം മൂവിയില്ല, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സമയം കിട്ടിയാൽ രാത്രി അത് അവിടുത്തെ ടൈം 12 മണി 11 മണി കഴിഞ്ഞ് ഒരു 2 മണി വരെ. മലയാളം സിനിമയാണോ? മലയാളം ഇംഗ്ലീഷെല്ലാം കാണുന്നില്ല. സാറിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്? എപ്പോൾ എണീക്കും? രാവിലെ കൃത്യം 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് ഇപ്പോഴാണ് ഇന്ത്യൻ ടൈം ആണെങ്കിൽ അവിടുത്തെ ടൈം 3 മണിക്കാണ്. അപ്പോൾ എത്ര മണിക്കൂർ ഉറങ്ങുക? ഇപ്പം കഷ്ടിച്ച് 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂർ. അപ്പോൾ ഇതിലറിയാം എത്ര ഉറങ്ങാൻ പറ്റുമെന്നുള്ള ദിവസം. ഈ വാച്ച് വരും ദിവസം എത്ര മണിക്കൂർ ഉറങ്ങുന്നത് അറിയാം. ഇത് നമ്മുടെ എന്തെല്ലാം നടക്കുന്നത് അറിയാം. ഇതിനകത്ത് വെച്ച് എത്ര മണി ഉറങ്ങിയെന്ന് ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഉറങ്ങിയ ഇന്നലത്തെ ദിവസം അറിഞ്ഞോണ്ടാ.
അതെ ഞാൻ എഴുതി വരും എത്ര മണിക്കൂർ ഉറങ്ങി ഇന്നലെ ഉടക്കി നിങ്ങൾക്ക് ഇത്ര വേണം എല്ലാം അത്രയും ഞാൻ ഉറക്കം എഴുതി. മതിയോ സാർ? 3 മണിക്കൂറൊക്കെ മതിയോ? 3-4 മണിക്കൂറൊക്കെ ഉറക്കം മതിയോ? ഇല്ല, മിനിമം അവർ പറയുന്നത് ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. പക്ഷേ ഉറക്കം സാഹചര്യം അനുസരിച്ചാണ്. 5-6 മണിക്കൂർ ഉറങ്ങിയാൽ അത് ദരിശനം, അത് കിട്ടാൻ പ്രയാസമാണ്. ഞാൻ എഴുതി വരും നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നതനുസരിച്ച് അതനുസരിച്ച് നോക്കുക. ഇത്ര സക്സസ്ഫുൾ ആയിട്ടും ഇനി ഒരു റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കണം എന്ന് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ? മരണം വരെ ജോലി ചെയ്യണം. അല്ല എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ജോലിക്ക് വേണ്ടി മാത്രം. ലാസ്റ്റ് മിനിറ്റ് വരെ അതാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ എന്നെ റിട്ടയർ ചെയ്യാൻ പറ്റുന്നു. ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യണം അങ്ങനെ ഒരു ലക്ഷ്യം വയ്ക്കാം. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. എന്താണ് ഒരു ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്? എന്താണ് അതല്ല, മാക്സിമം ജോലിക്ക് നേരത്തെ 1 ലക്ഷം ആൾക്കാർ ജോലി കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നർപ്പായി. ഇനി ഒന്നുമില്ല. ഇത് തന്നെ നടന്നത് ഈശ്വരൻ്റെ കാര്യമാണ്. ആരെങ്കിലും ഒരു റോൾ മോഡലുണ്ടോ, ഇന്ന ആളിനെ പോലെ ആകണം എന്നാഗ്രഹിച്ച ഒരാൾ? ഇല്ല, എനിക്ക് എൻ്റെ അതാണ്, വേറെ ആരുമില്ല. പണ്ട് കൊച്ചുനാളാകുമ്പം അല്ല ആരുമില്ല. അന്ന് ബിസിനസ് കുറവായിരുന്നല്ലോ കേരളത്തിൽ. ഇല്ല, അന്ന് ഈ കമ്പനികളൊക്കെ നല്ലതാണ്. ഉണ്ടാകും ഏതാ ഇന്ന കമ്പനിയൊക്കെ നന്നായി വരണം എന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ട്. സാർ, ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള 2 ബിസിനസ്മാൻ, ഒന്ന് താങ്കളാണ്, ഒന്ന് യൂസഫ് അലിയാണ്. അതെ, യൂസഫ് അലി ആയിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? നല്ല ബ്രദർലി ബന്ധമാണ്. അല്ലാതൊന്നുമല്ല, ബിസിനസ് ബന്ധമില്ല, ബ്രദർലി ഉള്ള ബന്ധമാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളം സംബന്ധിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ ഒരു അസറ്റാണല്ലോ ഈ എല്ലാ റോയൽ ഫാമിലിയായിട്ട് നല്ല അടുപ്പവും ഇതുകൊണ്ട് നല്ല ഇതാണ്. 2 പേരും സക്സസ്ഫുൾ ആണ്, വളരെ സക്സസ്ഫുൾ ആണ്. പേഴ്സണാലിറ്റീസ് തമ്മിൽ എവിടെയാണ് പൊരുത്തം, എവിടെയാണ് അത് ഞാൻ വ്യത്യാസം? പറഞ്ഞാൽ ശരിയല്ലല്ലോ. യൂസഫ് അലി പിന്നെ എനിക്കറിയാൻ പറ്റും. 3ാമത് ഒരാൾ പറഞ്ഞല്ലേ എങ്കിലേ പറയാൻ പറ്റുള്ളൂ. സാറിന് പണ്ട് കാറ് ഒരാൾ സൗദിയിൽ തരാൻ ഒരു മടി കാണിച്ചെന്ന് പറഞ്ഞു. അതെ, ഇന്നിപ്പോൾ സാർ വേൾഡ് ലിമിറ്റഡ് എഡിഷൻ 25 കാസിലൊന്ന് അത് ഈശാകാരൻ കിട്ടിയില്ല, ആരും കിട്ടിയിട്ടില്ല. ഇപ്പം എന്നാ കാർ വിറ്റാൽ അതിൻ്റെ 3 ടൈം പ്രൈസ് തരുന്ന ആൾക്കാരുണ്ട്. സാർ അത് ഫാൻസിയാണോ കാറ്? പിന്നെ അതുപോലെ തന്നെ ഈ ആൾക്കാർ നോക്കും നിങ്ങൾ ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്, സാധാരണ നോക്കുന്നത്. ഇപ്പം ഇനി ഇവിടെ ഈ അടുത്ത വർഷം തൊട്ട് ഇവിടെ വണ്ടികളുടെ വിലയായിരിക്കും. യൂറോപ്യൻ എൻ്റെ പ്രൈസ് 50% കുറയും ടാക്സിൻ്റെ. ഇഷ്ടംപോലെ വണ്ടികളും ഈ ഏറ്റവും നല്ല വണ്ടികൾ മെർസിഡീസാണ്. സേഫ്റ്റി അതാണ് പ്രധാനപ്പെട്ടത്. പ്ലെയിനും ഹെലികോപ്റ്ററൊക്കെ സാറിന് അതിനോടൊക്കെ ഒരു താല്പര്യമുണ്ടോ? ഉണ്ട്. പ്ലെയിന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആരും വാങ്ങിച്ചാൽ യാത്ര സമയം ലാഭിക്കാനും സേഫ്റ്റിയും. ഇപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ എയർപോർട്ടിൽ പോയി 2 മണി നിൽക്കേണ്ട, നേരെ പ്ലെയിനിൽ വന്ന് എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞ് പോരാം. അപ്പോൾ ഭയങ്കര സമയം ലാഭം. പിന്നെ പ്രൈവസി. നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ വിദേശ പഠനത്തിനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡുണ്ട് ഇപ്പോൾ. പുറത്ത് പോയി പഠിക്കുക, പിന്നെ അവിടെ സെറ്റിൽ ചെയ്യുക. അപ്പോൾ നേരത്തെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഈ ഹ്യൂമൻ റിസോഴ്സ് കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം കുട്ടികൾ ഈ നമ്മുടെ കോളേജ് ഒട്ടും മോശമല്ല. പുറത്ത് പോയ ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ പുറത്ത് പോയ ആൾക്കാരും ഇപ്പം നമ്മുടെ കൂടെ അമേരിക്കൻസും യൂറോപ്യൻസും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വന്തം മനസ്സാണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ പോകുന്നത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കുടുംബത്തിൽ നിന്ന് സമയത്ത്. ഇപ്പോൾ അവിടെ ഇപ്പം ഈ MBA ആണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇഷ്ടം പോലെ ആൾക്കാർ ലോകത്ത് മൊത്തം എക്സസ്സാണ് ലോകത്തെവിടെ. പക്ഷേ നമ്മുടെ IQ ഇപ്പോൾ കമ്പയർ ടു സൗദി ആൾക്കാർ വായിച്ചാൽ വളരെ കുറവാണ് എഞ്ചിനീയേഴ്സിൻ്റെ. എന്നുവെച്ചാൽ നമ്മുടെ മലയാളി എഞ്ചിനീയേഴ്സ് ആണോ സാർ ഉദ്ദേശിച്ചത്? മൊത്തം എഞ്ചിനീയേഴ്സിൻ്റെ ഇന്ത്യ പിന്നെ അത് യൂറോപ്യൻ അതാ എൻ്റെ ജപ്പാൻ IQ-ൻ്റെ മാറ്റമുണ്ട്. IQ ആണല്ലോ ഇമ്പോർട്ടൻ്റ്. നമ്മളെക്കാട്ടിൽ IQ ആണ് ചൈനീസ്. അതാണ് മാറ്റം ഉണ്ടാകുന്നത്. എഞ്ചിനീയറിംഗ് സ്കിൽസിലാണോ സാർ? എഞ്ചിനീയറിംഗ് സ്കിൽസിലാണോ ഉദ്ദേശിച്ചത്? അതെ, അത് എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം മാത്രമാണോ അത് എല്ലാ പൊതുവെ പറയാം എല്ലാത്തിനും. ഇപ്പോൾ ഈ അമേരിക്ക എക്സാം പിന്നെ ഒരു എക്സാമിൻ്റെ പേരുണ്ട്. ആ പേരിൽ നമ്മൾ ആൾക്കാർ വളരെ പിന്നിലാണ്. ഇപ്പം ചൈനീസാണ് നമ്പർ 1 പോകുന്നത്. അല്ല, ഈ പുറത്തു പോകുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് പറയുന്ന കേരളത്തിൽ താങ്കളിനെ പറഞ്ഞതുപോലെ എസ്കേപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടുക, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടുക, അതൊന്നും കേരളത്തിൽ ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഒരു സ്കൂളുണ്ട് ബഹറിൽ. അപ്പോൾ ഇവർ എങ്ങനെയെങ്കിലും
10ാം ക്ലാസ് പാസ്സായ നേരെ അഡ്മിഷൻ പോകുന്നത് UK അല്ലെങ്കിൽ USA ഒരാൾ ഇവിടെ അപ്ലൈ ചെയ്യാറില്ല. 90% ആൾക്കാരും അവരങ്ങനെ സെറ്റില്ല, പിന്നെ ഇന്ത്യയിലേക്ക് വരില്ല. അവിടെ ചെന്നാൽ ജോലി ഇഷ്ടം പോലെ കിട്ടും. വെളിയിൽ പോയാൽ പാർട്ട് ടൈം ആയാലും ജീവിച്ചു പോകും. അതുകൊണ്ടാണ് പോകുന്നത്. ഏത് ജോലിയും ചെയ്യും. ഈ ഹോട്ടലിലും ബാർബർ ഷോപ്പ് എന്നുള്ള ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും. എംപ്ലോയീസിൻ്റെ മെച്ചം നമ്മൾ നന്നാകുള്ളൂ. ആ സിൻസിയറിറ്റി ലോയൽറ്റി ഓഫ് ദ വർക്കേഴ്സ് അങ്ങനെയാണ് നമ്മൾ വന്നത്. അങ്ങനെ തുടങ്ങിയത്. അന്ന് നമ്മൾ അറിയുന്ന ആരുമില്ല. ഇന്ത്യക്കാർക്ക് യാതൊരു വാല്യൂ ഇല്ല. നമ്മുടെ ഇന്ത്യൻ എക്കോണമി വളരെ പൂറാണ്. നമ്മുടെ ഈ എക്കോണമി ഇതാകുമ്പോൾ നമ്മൾക്കും ഗ്രേറ്റ് ആൾക്കാരാണ്, ഇല്ലെങ്കിൽ ഇല്ല. ഇന്ത്യക്കാരെ അവർ കരുതുന്നത് ഈ കിച്ചൺ ഹെൽപ്പേഴ്സ്, ഗാർഡനേഴ്സ്, ഡ്രൈവേഴ്സ്, അതാണ്. അത് മാറ്റം ഉണ്ടാക്കിയത് ഞാനാണ് ആദ്യമായിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ആക്കിയത്. നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഈ ഫ്രഞ്ച് കമ്പനിയും സൗദി കമ്പനിയും ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, ഈ ഡിഫൻസ് സിസ്റ്റം. അതിലാണ് ആദ്യത്തെ ജോലി തുടങ്ങിയത്. അത് ജോലി 18 വർഷം ആ ജോലി പറയാൻ പറ്റില്ല എവിടെയൊക്കെയാണല്ലോ. സൗദിയിലെ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തു. അപ്പോൾ ആ ഒരു ബേസ് അതാണ്. അത് കഴിഞ്ഞ് ഫ്രഞ്ച് എംബസി റിയാദിൽ നമ്മൾ നിർമ്മിച്ചു. അത് കഴിഞ്ഞ് ഹോൾ സെക്രട്ടറി തിരിഞ്ഞു. അതുപോലെ തന്നെ സൗദി അറേബ്യ ആരും ചിന്തിക്കാത്ത ഒരു രാജ്യം. അതെ. ദുബായിൽ പോകും, കുവൈറ്റിലേക്ക് പോകും. പക്ഷെ അപ്പോൾ സൗദി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു. അതെ. അന്ന് ഓയിൽ ഇത്ര ഡെവലപ്ഡും അല്ല അല്ലേ? ഒന്നുമില്ല. അന്ന് ഞാൻ അൽക്കോബാർ ദഹ്റാൻ, അവിടുന്ന് ജുബൈയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സിറ്റി പോകണമെങ്കിൽ 3 to 4 hours എടുക്കും. ഇപ്പോൾ അതെടുക്കുന്നത് 1 hour. അത് കഴിഞ്ഞാൽ റോഡൊക്കെ വന്നത്. ഇപ്പോൾ റിയാദിൽ പോകണമെങ്കിൽ 6 മണിക്കൂർ, ഇപ്പം 3 മണിക്കൂർ, 3 അല്ലെങ്കിൽ 3.5 മണിക്കൂർ. ഈ ആദ്യമൊക്കെ റിയാദിൽ പോകുമ്പോൾ എയർപോർട്ടൊക്കെ വളരെ ചെറുതാണ്, വളരെ നാരോ. ഈ ഫസ്റ്റ് റോയൽ ടെർമിനൽ റിയാദിൽ ഉണ്ടാക്കിയതും ഞാനാണ് അന്നത്തെ കാലത്ത്. അതൊക്കെ മെയിൻ കാരണം വെച്ചാൽ എൻ്റെ അസറ്റ് നമ്മുടെ എംപ്ലോയീസാണ്, നമ്മുടെ ഫാമിലി, നല്ല എൻജിനീയേഴ്സ്. എല്ലാ രാജ്യത്തെയും പ്രോജക്റ്റ് മാനേജേഴ്സ് ഉണ്ടാവും. അവരാണ് മാനേജ് ചെയ്യുന്നത്.